അപ്പോൾ നമ്മളെങ്ങനെയാണ് ഗ്ലൂക്കോമ ഡയഗ്നോസ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ഇനി സംസാരിക്കാം. ബേസിക്കലി നമ്മൾ നോക്കുന്നത് കണ്ണിനകത്തെ പ്രഷറാണ്. കണ്ണിൻ്റെ പ്രഷർ ഒരു പരിധിക്കപ്പുറം മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ആ നോർമൽ റേഞ്ചിനെക്കാട്ടിലും കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ മോർ ദാൻ 20-21 എന്നുള്ള റേഞ്ചിനെക്കാട്ടിലും കൂടുതൽ കാണുകയാണെങ്കിൽ അവർക്ക് ഗ്ലൂക്കോമ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞുകൊള്ളുക. ഈ പ്രഷർ നോക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ കണ്ണിനകത്തേക്ക് കണ്ണിൻ്റെ ഞരമ്പ് ഡോക്ടേഴ്സ് നോക്കും. അപ്പോൾ അതിനകത്ത് ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്ന ഞരമ്പിനെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇയാളിന് ഗ്ലൂക്കോമ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളത്. ഒപ്റ്റിക് നെർവ് ഇവാലുവേഷനാണ് പിന്നത്തെ ഒരു ഇത്. അതിനുവേണ്ടി നമ്മൾ ഫീൽഡ് അനാലിസിസ് അല്ലെങ്കിൽ പെരിമെട്രി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഈ ഫീൽഡ് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് പെരിഫറൽ വിഷൻ നമ്മുടെ എന്തും വേണ്ടിയുണ്ട്, അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ OCT എന്ന് പറയുന്ന ഒരു സ്കാനുണ്ട്, ഒപ്റ്റിക്കൽ കോഹെറൻസ് ടോമോഗ്രഫി. ഈ സ്കാൻ ചെയ്യുമ്പോഴും കണ്ണിൻ്റെ ഞരമ്പുകൾക്ക് ക്ഷീണം വരുന്നുണ്ടോ, അത് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാനും പറ്റും. അപ്പോൾ ഇതാണ് ചില ബേസിക് ടെസ്റ്റ് നമ്മൾ സാധാരണ ഗ്ലൂക്കോമ എവാലുവേഷന് വേണ്ടി ചെയ്യാറുള്ളത്. ഇത് ഗ്ലൂക്കോമ പേഷ്യൻസ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വർഷാവർഷം അല്ലെങ്കിൽ 6 മാസം ഒരിക്കലും നമ്മളിത് ഈ ടെസ്റ്റുകൾ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടും വരും. നമ്മൾ ഗ്ലൂക്കോമ ഒരിക്കൽ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ അസുഖത്തിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, അതിൻ്റെ പല ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഉണ്ട്. അതിൽ ഒരു ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് ഐ ഡ്രോപ്സ്, ആൻറ്റി ഗ്ലൂക്കോമ മെഡിക്കേഷൻസ്. അത് തന്നെ പല ക്ലാസ് ഓഫ് മെഡിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ക്ലാസ് ഓഫ് മെഡിക്കേഷൻ നമ്മൾ ഓരോരുത്തർക്കും ഓരോ മെഡിസിൻസ് എല്ലാവർക്കും ഒരേ രീതിയിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കത്തില്ല. അതുകൊണ്ട് പല ക്ലാസ് ഓഫ് മെഡിസിൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഫസ്റ്റ് ലൈൻ എപ്പോഴും ഐ ഡ്രോപ്സ് ആയിരിക്കും. സെക്കൻഡ് ലൈൻ ചിലർക്ക് നമ്മൾ ഈ ആംഗിൾ ക്ലോഷർ ഗ്ലൂക്കോമ മുമ്പേ പറഞ്ഞതുപോലെ അവർക്ക് ചിലപ്പം യാഗ് ലേസർ എയർഡോട്ടമി അല്ലെങ്കിൽ ലേസർ കൊണ്ട് കണ്ണിൻ്റെ ഐറിസിനകത്ത് ഒരു ചെറിയ ഹോൾ ഇടുന്നത് ഒരു പ്രൊസീജിയറുണ്ട്. അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനുണ്ട്. പിന്നെ സെലക്റ്റീവ് ലേസർ ട്രബക്കുലോപ്ലാസ്റ്റി, അതും ഒരു ലേസർ ഇതാണ് ട്രീറ്റ്മെൻറ്റാണ്. പക്ഷേ അത് ഇവിടെ ആദ്യം യൂസ് ചെയ്യാറില്ല. പിന്നുള്ളത് ഈ മരുന്നുകളും ലേസറും ഒന്നും നമ്മളെ ആദ്യം ഹെൽപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെയും അത് ഗ്ലൂക്കോമ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യുന്നതാണ് സർജറി. ട്രാബക്കുലെക്ടമി എന്ന് പറയുന്നതാണ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്തു വരുന്ന ഒരു ഗ്ലൂക്കോമ സർജറി. മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് സർജറീസ്, ഷണ്ട് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പം ഗ്ലൂക്കോമ സർജറിയാണ് നമ്മുടെ ലാസ്റ്റ് ലൈൻ റിസോർട്ട്. നമുക്ക് എങ്ങനെ ഈ ഒരു അസുഖം ഇത് പ്രോഗ്രസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ നമുക്ക് വേണം. നമ്മൾ ഈ മരുന്നുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ദർ ഈസ് എ സ്മോൾ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ഹൂ മേ പ്രോഗ്രസ്. അതായത് ചെറിയ ശതമാനം ആൾക്കാരിൽ ഈ ഗ്ലൂക്കോമ മുന്നോട്ട് നീങ്ങാം എന്നുള്ളതാണ്. നമ്മൾ എത്രയും ആ കണ്ണിൻ്റെ പ്രഷർ കുറച്ച് നിർത്തുന്നോ അത്രയും സ്ലോ ആയിരിക്കും അവരുടെ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ഡിഫക്റ്റുള്ള പ്രോഗ്രഷൻ, അല്ലെങ്കിൽ ആ ബ്ലൈൻഡ്നെസ്സിലേക്ക് പോകുന്ന സ്പീഡ് അത് വളരെ കുറയ്ക്കാം. എല്ലാവർക്കും ഈ ഗ്ലൂക്കോമ വന്നു കഴിഞ്ഞാൽ ബ്ലൈൻഡ് ആകും എന്നുള്ള അത് മസ്റ്റല്ല. നമ്മൾ റെഗുലറായിട്ട് മെഡിസിൻസ് യൂസ് ചെയ്യും, റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും നമ്മൾ അതിൻ്റെ വേണ്ടി ട്രീറ്റ്മെൻറ്റ് സമയത്ത് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഗ്ലൂക്കോമ നമുക്ക് ഒരു ഫുൾ ബ്ലൈൻഡ്നെസ്സിലേക്ക് നീങ്ങേണ്ട കാര്യമില്ല. നമുക്ക് വേറെ അല്ലാത്ത ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഫാമിലി മെമ്പേഴ്സ്, ഇപ്പം അക്വയർഡ് അല്ലെങ്കിൽ കഞ്ചനൈറ്റൽ ഗ്ലൂക്കോമസൊക്കെ ഫാമിലി മെമ്പേഴ്സിന് അത് ഉണ്ടാകാവുന്നതാണ്. അതുകൊണ്ട് ഒരാൾക്ക് ഒരു ഫാമിലിയിലുണ്ടെങ്കിൽ നമ്മുടെ സിബ്ലിങ്സും ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാവരും തന്നെ അതൊന്ന് റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്ത് ഇരിക്കേണ്ടത് നല്ലതാണ്. സോ വൺസ് അഗെയിൻ ഗ്ലൂക്കോമ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് മുന്നോട്ട് നേരിടാം. നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിഞ്ഞിരിക്കാം, കൂടുതലായിട്ട് അത് കരുതലോടുകൂടി മുന്നോട്ട് നീങ്ങാനായിട്ട് നമുക്ക് നോക്കാം. താങ്ക് യു.